കടക്കുകയാണ്. ആദ്യം ശ്രീ പ്രകാശ് ബാബു, ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെ CPIക്ക് എങ്ങനെ നിഷേധിക്കാനാകും? മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെ ഞങ്ങൾ നിഷേധിച്ചതല്ലല്ലോ. അതിൽ CPIയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് അതിൻ്റെ യോഗ തീരുമാനങ്ങൾ ഇന്ന് പുറത്തു വന്നപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. ഒന്ന്, ആ യോഗം വിളിച്ചതിനെ സംബന്ധിച്ച് വളരെ തെറ്റായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കാരണം ആ യോഗത്തിൻ്റെ നോട്ടീസിനകത്ത്, ആ നോട്ടീസിൽ എന്തിനാണ് യോഗം വിളിക്കുന്നത് എന്നതിൻ്റെ സൂചന കൊടുത്തിട്ടുണ്ട്. ആ സൂചന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ മൂന്നാർ ടൗണിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രതിനിധികളും 13/6/2017 സമർപ്പിച്ച നിവേദനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ യോഗം വിളിച്ചേക്കുന്നത്. അതാണ് സൂചനയിൽ കൊടുത്തിരിക്കുന്നത്. ആ നിവേദനത്തിൻ്റെ പ്രയർ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലാസ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് 86 വരെ ചാക്കോ മുക്കാടൻ്റെയും അതിനുശേഷം തോമസ് മൈക്കിളിൻ്റെയും കൈവശത്തിലായിരുന്നു ആ സ്ഥലം. 2005 മുതൽ 12 വർഷക്കാലമായി VV ജോർജ് സ്ഥലവും കൈവശം വെച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്നുമാണ് ശ്രീ VV ജോർജിനെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, VV ജോർജിന്റെ കാര്യം മാത്രമെന്ന് ചുരുക്കി കാണുമ്പോൾ അതിലെ ഒരു ഈ സാഹചര്യത്തിൽ മൂന്നാർ ടൗണിലെ വ്യാപാരികളുടെയും കുത്തകപ്പാട്ട ഭൂമിയിൽ താമസിക്കുന്നവരുടെയും ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും LDF സർക്കാർ പണ്ട് തീരുമാനിച്ച ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതിനും ശ്രീ VV ജോർജിനെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്മാറണമെന്നും ഞങ്ങൾ ശ്രീ പ്രകാശ് ബാബു, ഈ നിവേദനത്തിൽ ആരൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്? ആ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് യോഗം മുഖ്യമന്ത്രി തുടങ്ങുന്നത്. ഞങ്ങളത് നേരത്തെ പറഞ്ഞില്ലേ. S രാജേന്ദ്രൻ, CA കുര്യൻ, AK മണി, P മുത്തുപ്പാണ്ടി. ഈ മുത്തുപ്പാണ്ടിയും CA കുര്യനും ആരാണ്? ആ യോഗത്തിൽ ഒപ്പിട്ട CA കുര്യനോട് വിശദീകരണം ചോദിക്കുകയും അതിന് മറുപടി തരികയും അത് തെറ്റാണെന്ന് അദ്ദേഹം കൂടെ പങ്കെടുത്ത കമ്മിറ്റിയിൽ വെച്ച് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോഗത്തിൽ VV ജോർജിനെ ഒഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നെടുത്ത തീരുമാനങ്ങളെ പൂർണ്ണമായും CPI നിഷേധിക്കുന്നുണ്ടോ? മൂന്നാറുമായി ബന്ധപ്പെട്ട് 4ാമത്തെ യോഗം എന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിനു മുമ്പ് ചേർന്ന സർവകക്ഷി യോഗമടക്കമുള്ള യോഗങ്ങളുടെ തുടർച്ചയായ 4ാമത്തെ യോഗം. ഈ 4ാമത്തെ യോഗത്തിലെടുത്ത തീരുമാനങ്ങളെ നിഷേധിക്കുന്നുണ്ടോ? VV ജോർജിൽ ഒതുങ്ങരുത്, കാരണം ഇന്ന് വന്ന തീരുമാനങ്ങൾ VV ജോർജിൽ ഒതുങ്ങുന്നതല്ല. അല്ല, ഇന്ന് വന്ന തീരുമാനങ്ങളിൽ എന്താണ് പുതുമയുള്ളത്? എന്താണ് പുതുമയുള്ളത് എന്ന് റവന്യൂ മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് CPI എക്സിക്യൂട്ടീവിലാണല്ലോ. ആ യോഗത്തിന്റെ തൊട്ട് പിറ്റേ ദിവസം KK ശിവരാമൻ, CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹം LDF കൺവീനറുമാണ്. അതായത് അവിടുത്തെ മുന്നണിയെ മുഴുവൻ ഐക്യത്തിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട നേതാവ്. ആ നേതാവടക്കം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്, മാർച്ച് 27 യോഗത്തിന്റെ തീരുമാനങ്ങൾ ഉത്തരവായി പുറത്തിറക്കുന്നതിന് കാലതാമസം വരുന്നുണ്ട്. പട്ടയമേള നടത്തി 1 മാസമായിട്ടും അനുബന്ധ ഉത്തരവുകൾ ഇറങ്ങിയിട്ടില്ല എന്നും അത് ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണം. അതായത് റവന്യൂ മന്ത്രി ഉദ്ദേശിച്ചാൽ നടക്കാത്ത കാര്യമാണ്, മുഖ്യമന്ത്രിയാണ് ഇടപെടേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്ന് റവന്യൂ വകുപ്പിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി അടങ്ങുന്ന നിവേദന സംഘം എന്നെത്തി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി യോഗ തീരുമാനമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ ആവശ്യം അംഗീകരിച്ചു എന്നാണ് ശ്രീ പ്രകാശ് ബാബു ആദ്യമുള്ളത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് മുതൽ പുതിയ പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടെ കൗശലമാണ് എന്ന് പറയണം. അത് നിങ്ങൾ തുറന്നു പറയൂ, കൗശലമാണ്. ഞാൻ പറയാം. 17/6/2017 പത്രത്തിൻ്റെ വാർത്തയാണ് ഇതിൽ എൻ്റെ കയ്യിലുള്ളത്. 1 ലക്ഷം പേർക്ക് 1 വർഷത്തിനുള്ളിൽ പട്ടയം എന്ന് എഴുതിയിരിക്കുന്ന ആ പത്രവാർത്തയിൽ സ്വന്തം ലേഖകൻ റിപ്പോർട്ട് 2ാം ഘട്ട പട്ടയമേള ഇതിനെ സംബന്ധിച്ചൊക്കെ വ്യാഴാഴ്ച റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലെ തീരുമാനമാണ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇടുക്കി ജില്ലയിൽ പുതിയതായി അപേക്ഷ ക്ഷണിക്കുന്നതിന് നടപടിയെടുക്കാനും ജില്ലാ കളക്ടർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി എന്ന് വളരെ വ്യക്തമായി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ അതിൽ പുതുമ? 17 നടപ്പായിട്ടില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നിവേദന സംഘം വന്നിരിക്കുന്നത്. ഇതൊക്കെ തീരുമാനങ്ങളാണ്, കുറച്ചു കാലമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. ഈ ജൂൺ മാസം 15-ാം തീയതി ILDM-ൽ വെച്ച് കൂടിയ കളക്ടർമാരുടെ യോഗത്തിൽ വെച്ച് ജൂൺ 15-ാം തീയതി റവന്യൂ മന്ത്രി കൊടുത്ത നിർദ്ദേശമാണ് ഇടുക്കിയിൽ പട്ടയത്തിൻ്റെ കാര്യത്തിൽ പുതിയ അപേക്ഷ ക്ഷണിക്കാൻ. അത് ഇന്ന് മുഖ്യമന്ത്രി ആ യോഗത്തിൽ വീണ്ടും ആവർത്തിച്ചു. എന്താണ് പുതുമ?
ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരു പുതുമയുമില്ല എന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് മാത്രമല്ല, എന്തിനാണ് യോഗം എന്ന് വിശദീകരിച്ചുകൊണ്ട് നേരത്തെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്തിനാണ് യോഗം, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത്. അത് പ്രധാനമായും വി ജോർജിന്റെ 22 സെന്റ് തന്നെയാണ് പ്രധാന വിഷയം. ഇന്നിപ്പോൾ അത് കോടതിക്ക് വിട്ടുകൊണ്ട് അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൗശലം മാത്രമാണ് എന്നാണ് CPI കരുതുന്നത്. CPI വിട്ടുനിന്നതും അതുകൊണ്ട് തന്നെ. അല്ല, അങ്ങനെ ഇപ്പം CPIയുടെ സെക്രട്ടറി അല്ലെങ്കിൽ അത് പിന്നെ ശ്രീ പ്രകാശ് ബാബു അത് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ശ്രീ പ്രകാശ് ബാബുവിന് അവരുടെ നിലപാട്, ആ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മൂന്നാറിലെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ആളുകളും കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ചേർന്ന് ഈ കാര്യം ഉന്നയിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. സത്യത്തിൽ 4 യോഗങ്ങൾ കഴിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞത് മാതിരി. അതിനകത്ത് മാർച്ച് മാസത്തിലും മെയ് മാസത്തിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നാം മനസ്സിലാക്കണം. ഈ 2 തീരുമാനങ്ങൾ അത് വളരെ പെട്ടെന്ന് മൂന്നാറുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഭൂവുടമ ബന്ധത്തെ സംബന്ധിച്ച തർക്കങ്ങൾ അത് കോടതിയിൽ വകുപ്പിൽ ഒക്കെ നിൽക്കുകയാണ്. അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം എന്തായിരുന്നുവെന്ന് ആണല്ലോ അന്നെടുത്ത തീരുമാനങ്ങൾ. അത് നടപ്പാകുന്നതിന് വേഗത പോരാ എന്നാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത്തരമൊരു മീറ്റിംഗ് കൂടുന്നതിന് ആസന്ന ഹേതുവായി തീർന്നത് CPIയുടെ ആൾക്കാരുടെ പരിവേദനങ്ങളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വിളിച്ചതാകട്ടെ ഈ റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറിയുമാണ്. മന്ത്രി തന്നെ വേണമെന്നില്ല, മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാവുന്നതുമാണ്. ഈ യോഗം എന്തിനു ചേരുന്നു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള കടലാസാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അത് വി ജോർജിന്റെ 22 സെന്റിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട വിഷമം. അവിടുത്തെ CPM നേതാക്കൾ അടങ്ങുന്ന, CPM-നെ മാത്രമായി ചുരുക്കേണ്ട അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കും. അദ്ദേഹം ദേവികുളത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവാണ്. സ്മൃതി, വകുപ്പ് മന്ത്രി തന്നെ ഇത്തരമൊരു മീറ്റിംഗ് ഇപ്പോൾ വേണ്ട, ആവശ്യമില്ല എന്ന നിലയ്ക്കൊരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കത്തിന്റെ കാര്യമാണ് ശ്രീ പ്രകാശ് ബാബു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മന്ത്രി എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ല. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ആ കത്തല്ല അദ്ദേഹം കാണിച്ചത്. എന്തിനാണ് യോഗം എന്ന് കാണിച്ചുകൊണ്ടുള്ള സർക്കുലറാണ്. പിന്നെ ഏതാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ കടലാസാണ്. ഏതാണ്? എനിക്ക് കത്തേ ഞാൻ ഇല്ല, അദ്ദേഹം അത് വായിച്ചല്ലോ. അദ്ദേഹം ആദ്യം വായിച്ചല്ലോ. മുഖ്യമന്ത്രി എന്തിന് യോഗം വിളിക്കുന്നു എന്ന് നേരത്തെ വിശദീകരിച്ച കാര്യമാണത്. അല്ലെ, അതിനകത്ത് അതിന്റെ അജണ്ടയാണ് അദ്ദേഹം വായിച്ചത്. ആ പോർഷനാണ് അദ്ദേഹം വായിച്ചത്. അതിനകത്ത് അദ്ദേഹം 22 സെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് മാത്രമല്ല എന്ന് താങ്കൾ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. അതാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല തീരുമാനമായി ഇന്നുണ്ടായത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇന്നത്തെ യോഗ തീരുമാനങ്ങളെ പൂർണ്ണമായും നിങ്ങൾ നിരാകരിക്കുന്നുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തോടുള്ള എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ പറയുന്നത് അവർക്കതിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നതിന് കാരണമായി പ്രകാശ് ബാബു ഇപ്പോൾ ഉന്നയിക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ധാരാളം ഉന്നയിക്കപ്പെട്ടതാണ്. ജോർജ് എന്ന ആളിൻ്റെ 22 സെന്റ് ഭൂമിയുടെ കാര്യത്തിൽ അത് ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് സെർവ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ആവശ്യം വന്നത്. അത് ഒഴിപ്പിക്കലിനെ, അത് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കലിനെതിരാണ്. ഇതാണ് വാദമുഖം. ആ വാദമുഖം നമുക്ക് ചർച്ചയിൽ എവിടെയെങ്കിലും വിശദീകരിക്കാം. ഇനി ഈ സമയം കിട്ടും. പക്ഷേ ഒരു കാര്യം സ്മൃതി, എനിക്ക് പറയാനുള്ളത് ഇത്രയുമാണ്. 2011 സർക്കാർ എടുത്ത നിലപാടിന് ശേഷം ഇപ്പോഴാണ് ഗൗരവതരമായി മൂന്നാറിൻ്റെ ഭൂവുടമ പ്രശ്നവുമായി ബന്ധിപ്പിച്ച ചില നിലപാടുകൾ, ചർച്ചകൾ വന്നിരിക്കുന്നത്. വളരെ വൈകിയാണ് ആ ചർച്ചകൾ വരുന്നത്. ഇടതുപക്ഷം വരുമ്പോഴാണ് അതിൻ്റെ പരിഹാരത്തിലേക്ക് പലപ്പോഴും എത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നവീന മൂന്നാറിനെ സംബന്ധിച്ച ആവശ്യങ്ങളടക്കം ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നിലയ്ക്ക് ഗൗരവതരമായൊരു പ്രശ്നം പരിഹരിക്കുന്നതിനിടയിൽ ഈ 22 സെന്റ് ഭൂമി എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരു പുകമറ CPI എന്തിനു സൃഷ്ടിക്കുന്നു എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇടുക്കിയിൽ പരിഹരിച്ച ഒരു വിഷയം ചൂണ്ടിക്കാണിക്കാമോ? ഇടുക്കിയിൽ വൻകിട കയ്യേറ്റങ്ങൾ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ഇത് എല്ലാ യോഗത്തിലും, ഇതിപ്പോൾ 4ാമത്തെ യോഗമാണല്ലോ, എല്ലാ യോഗത്തിലും പറയുന്ന കാര്യമാണ്. ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ വ്യക്തമാക്കി തരാമോ? ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ.
ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന നിലയ്ക്ക് ഇതുവരെ എടുത്തുയർത്തി കാണിക്കാൻ കഴിയില്ല. ശരിയാണ്. അതിന് കാരണം കയ്യേറ്റങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ ചെന്നാൽ വളരെ എളുപ്പം നടക്കുന്ന അവസ്ഥ അവിടെ ഇല്ലാതിരിക്കുന്നതിന് കാരണം അതൊക്കെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ കിടക്കുകയാണ്. 22 സെന്റ് സ്ഥലം അതും കോടതിയിൽ കിടക്കുകയാണ്. ഹരീഷ് വാസ്തവൻ, താങ്കൾ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്തിനാണ് യോഗമെന്ന കാനത്തിന്റെ സ്ഥലങ്ങൾ ഹരീഷ്, എന്തിനാണ് യോഗമെന്ന കാനത്തിന്റെ വാദത്തെ താങ്കൾ അംഗീകരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ യോഗത്തിന്റെ തീരുമാനങ്ങളായി മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളെയും താങ്കൾ നിരാകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി മൂന്നാറിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം ചർച്ച ചെയ്യാൻ മൊത്തത്തിൽ മെയ്യിൽ വിളിച്ച യോഗത്തിൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു. അതിൻ്റെ മിനിറ്റ്സ് മിനിഞ്ഞാന്നാണ് എനിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചു കിട്ടിയത്. ആ മിനിറ്റ്സിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ഇടുക്കിയിലെ ജനപ്രതിനിധികൾ എല്ലാവരെയും ചേർന്നുകൊണ്ടെടുത്ത തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കയ്യേറ്റം ഒഴിപ്പിക്കും. സംസ്ഥാന സർക്കാർ നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകും. ഒപ്പം അവിടുത്തെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പട്ടയങ്ങൾ പുതുതായി വിതരണം ചെയ്യുകയും അവശേഷിക്കുന്ന ആളുകൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുന്ന മേഖലയിലെല്ലാം വിതരണം ചെയ്യും എന്നുള്ള കാര്യം. ആ തീരുമാനം നടപ്പാക്കാൻ പിറ്റേ ദിവസം മുതൽ സ്വാഭാവികമായിട്ടും ഇതൊരു സംശയമുണ്ടാകും. മുഖ്യമന്ത്രി അത് പറയുമ്പോൾ എപ്പോൾ മുതലാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങുക എന്ന്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ ശ്രീമതി സുഗതകുമാരി ടീച്ചർ ഇറങ്ങുമ്പോൾ ചോദിച്ചു, അപ്പോൾ എപ്പോഴാണ് CM ഈ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുക? അതിന് പ്രത്യേക ഡേറ്റ് വല്ലതും ഉണ്ടോ, അതോ ഇപ്പോൾ ഇത് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇപ്പോൾ നടക്കുന്ന നടപടികളെല്ലാം തുടരും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ മനസ്സിലായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ട് മതി ഇനി ഒഴിപ്പിക്കൽ എന്ന് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയുടെ വാക്ക് കേട്ട് ഒഴിപ്പിക്കാൻ പോയി ചീത്ത കേട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ആ തീരുമാനത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മാസം 1 കഴിഞ്ഞു, നമ്മളിപ്പോൾ ജൂലൈ മാസത്തിലാണ് നിൽക്കുന്നത്. ഇന്നേ വരെ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ ഒരു ഹൈക്കോടതിയുടെയും അനുവാദം വേണ്ട. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങ് ദയവീത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പരിണിതപ്രജ്ഞരായിട്ടുള്ള കേരളത്തിലെ മലയാളികളെ പറ്റിക്കരുത്. കാരണം കേരള ഹൈക്കോടതി അവിടെ ഒരു നടപടിക്കും സ്റ്റേ കൊടുത്തിട്ടില്ല. അവിടെ റവന്യൂ വകുപ്പ് ആർക്കും നോട്ടീസ് കൊടുക്കരുതെന്നോ അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കരുതെന്നോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കേസിൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥർ ഹിയറിംഗ് നോട്ടീസ് പോലും കൊടുത്ത് പട്ടയങ്ങൾ ലംഘനമാണ് എന്ന് കണ്ടെത്തിയ കേസുകളിൽ പട്ടയങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത ഉത്തരവ് കഴിഞ്ഞ 6 മാസക്കാലമായി മുഖ്യമന്ത്രി അതിൻ്റെ പുറത്ത് അടയിരിക്കുകയാണ്. അദ്ദേഹം ഇനി പാഴൂർ പടിപ്പുരയിൽ പോയി മുഹൂർത്തം നോക്കിയിട്ടാണോ ഒഴിപ്പിക്കുക എന്നറിയില്ല. ഏതായാലും പട്ടയം കൊടുക്കണം എന്ന് തീരുമാനിച്ച നടപടി ഒരു വശത്തുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. 1977 വരെ കുടിയേറിയ ആളുകൾക്ക് 1993 പട്ടയം കൊടുക്കാൻ തീരുമാനിച്ച നിയമം, ആ നിയമം വന്ന ശേഷം 6 മാസത്തിനകം അപേക്ഷ കൊടുക്കുന്നവർക്കായിരുന്നു പരിഗണന. ഇനി ഇതാ നാളെ മുതൽ, അതായത് ഇന്നലെ വരെ കയ്യേറിയ ആളുകൾക്ക് നാളെ മുതൽ അവിടെ അപേക്ഷ കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്, അത് കാനം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവിടെ നിയമം നടപ്പാക്കുന്നതിൽ ലംഘനമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാം. കേരളത്തിലെ എത്രയോ സബ് കളക്ടർമാരെ മാറ്റി, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ മാറ്റി, കേരളത്തിലെ മറ്റ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി. റവന്യൂ വകുപ്പിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഈ സർക്കാരിൻ്റെ നിയമവും നടപ്പാക്കാൻ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അവരെ മാറ്റാം. അപ്പോൾ അതല്ല, നിയമം നടപ്പാക്കുന്നവരെയാണ് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വിളിച്ച് ശാസിക്കുന്നത്. നിയമം നടപ്പാക്കുമ്പോൾ കോടതിയിൽ പോലും പോയിട്ട് രക്ഷയില്ലാത്തവരാണ് കത്തുമായി മുഖ്യമന്ത്രിയെ കണ്ട് പിറ്റേ ദിവസം ചർച്ച വിളിച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും നടപടികൾ സ്റ്റോപ്പ് ചെയ്യാനും നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ശാസ്ത്രം നേരിടേണ്ടി വരുന്നത്. ഇന്നത്തെ യോഗത്തിലും അതുണ്ടായിരിക്കുന്നു. നിശ്ചയമായും ഗാലറി കണ്ട് ഹരീഷിന് ഇതൊക്കെ പറയാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹരീഷിന് മൂന്നാറിലെ നിയമവും ഭൂമിയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ലവലേശം ബോധമില്ല എന്നതാണ് ഈ പ്രസ്താവന കാണിക്കുന്നത്. കേരളത്തിൻ്റെ പൊതു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് മൂന്നാറിൻ്റെ പരിസ്ഥിതി എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാതിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമാണ്. വീട്ടിലെ മുറിയിലിരുന്ന് പരിസ്ഥിതി വിഷയങ്ങൾ പ്രത്യേകതയും അവിടുത്തെ പ്രശ്നങ്ങളും കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് ഹരീഷ്. ഹരീഷ് മൂന്നാറിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതല്ല, അവിടെ ധാരാളം വിവരങ്ങൾ അറിയാം, അദ്ദേഹത്തിന് അറിയാമായിരിക്കാം.
അതൊന്നുമല്ല ഞാൻ പറയുന്നത്. മൂന്നാറിൽ